ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ പ്രതിപക്ഷം. ചർച്ച ആവശ്യപ്പെട്ട് ഇരു സഭകളിലും പ്രതിപക്ഷം നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ ചർച്ചയില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. വോട്ടർ പട്ടിക പരിഷ്കരണ വിവാദങ്ങളടക്കം ചർച്ച ചെയ്യാൻ രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച ഇന്ത്യ സഖ്യ നേതാക്കൾക്ക് അത്താഴ വിരുന്നൊരുക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി രാകേഷ് ചേരുകയാണ്. രാകേഷ്, കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് NDA സർക്കാർ തയ്യാറെടുക്കുന്നതായാണ് സൂചന. എന്തൊക്കെയാണ് അതിൽ കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടന സംബന്ധിച്ച ദേശീയ മാധ്യമങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതാണ് ഇത്തരം അഭ്യൂഹങ്ങൾക്ക് ഇപ്പോൾ ശക്തിപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അടുത്ത മാസം 9-ാം തീയതിയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായും ആ വിഷയങ്ങളടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നത്തെ കൂടിക്കാഴ്ച. പക്ഷേ കേന്ദ്രത്തിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നിപ്പോൾ 1 വർഷം പിന്നിട്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അത്തരം നടപടികളിലേക്ക് കഴിഞ്ഞ 1-2 മോദി സർക്കാരിൻ്റെ കാലയളവ് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ പുനഃസംഘടന നടന്നിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരം നടപടികളിലേക്ക്, അത്തരം ചർച്ചകളിലേക്ക് BJP നേതൃത്വം കടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ BJPക്ക് പുതിയ ദേശീയ അധ്യക്ഷനെ അടക്കം തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഏതായാലും കേന്ദ്ര സർക്കാരിന് മുന്നിൽ, BJPക്ക് മുന്നിൽ ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും മുൻപിലുള്ളത്. ആ വിഷയങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലത്തെ കൂടിക്കാഴ്ച എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ BJP ദേശീയ നേതൃത്വത്തിന്റെ പരിഗണനയിൽ ഏതായാലും കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടന അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം വൈകാതെ ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് BJP വൃത്തങ്ങൾ ഈ ഘട്ടത്തിൽ നൽകുന്നത്. രാകേഷ്, അതുപോലെ തന്നെ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇരു സഭകളിലും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. പക്ഷേ ഇനി ചർച്ചയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഇനിയുള്ള നീക്കം എന്തായിരിക്കും? കഴിഞ്ഞ 2 ആഴ്ചയായി പാർലമെന്റിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം. അതിൽ ചർച്ച വേണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പക്ഷേ ഈ നിലപാടിനോട് ഒട്ടും അനുകൂല സമീപനമല്ല കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഭാ നടപടികളോട് സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാവുകയും ചെയ്തിരുന്നില്ല. സ്പീക്കർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മുൻപുള്ള അല്ലെങ്കിൽ നേരത്തെയുള്ള കീഴ്വഴക്കമാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയം 1980-കളിൽ തന്നെ സഭയിൽ വന്നിരുന്നതാണ്. അന്ന് ബൽറാം ജാക്കർ ആയിരുന്നു ലോക്സഭാ സ്പീക്കർ. ആ ഘട്ടത്തിൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടാണ് ബൽറാം ജാക്കർ സ്വീകരിച്ചത്. അന്ന് CPM അംഗമായിരുന്ന ബസുദേവ് ആചാര്യ അത്തരമൊരു നോട്ടീസ് നൽകുമെങ്കിലും അതിൽ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. അത് കീഴ്വഴക്കമായി തുടരുന്നു എന്ന് തന്നെയാണ് കേന്ദ്രത്തിന്റെ വാദം. ഏതായാലും ഇന്ന് കാര്യോപദേശക സമിതി യോഗം ചേരുമ്പോൾ ഈ വിഷയത്തിൽ ചർച്ച വേണമെന്നൊരാവശ്യം പ്രതിപക്ഷം ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ സർക്കാർ അത് അംഗീകരിക്കാൻ സാധ്യതയില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നും സഭയിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബീഹാറിൽ നിന്നുള്ള രാഷ്ട്രീയ കക്ഷികൾ മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളും ഇത്തരത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. DMKയും P. ചിദംബരവും അടക്കമുള്ളവരും ഇന്നലെ സമാനമായ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതായത് ബീഹാറിൽ നിന്ന് ഒഴിവാക്കിയ 6.5 ലക്ഷം ആളുകളെ തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നീക്കം നടക്കുന്ന ആരോപണം തന്നെ DMKയും ചിദംബരവും അടക്കമുള്ളവർ ഉന്നയിച്ചതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് വിവിധ പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയം ഉന്നയിച്ച് പ്രതിഷേധിക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ഈ വിഷയം വരും ദിവസങ്ങളിലും ചർച്ചയാക്കി നിർത്താൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന് തീരുമാനം. വ്യാഴാഴ്ച രാഹുൽ ഗാന്ധി ഏതായാലും അത്താഴ വിരുന്ന് ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യ സഖ്യ നേതാക്കൾക്ക്. ആ ദിവസം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് പുറമെ വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങളും ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുശ്രീ, ശരി. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. എന്നാൽ ചർച്ച ആവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിപക്ഷം സമർപ്പിച്ച നോട്ടീസ് ഒരു തരത്തിലും ഇനി ചർച്ച ഉണ്ടാവില്ല എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.